സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സത്സംഗം കൊണ്ട് എന്താ സാധിക്കാം? നിസ്സംഗത്വം വരും. നിസ്സംഗത്വം എന്ന് പറഞ്ഞാൽ സങ്കല്യായ്മ, അതായത് ദുസ്സംഗല്യാണ്ട് വരും. സങ്കല്യായ്മ പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം നല്ലതാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതാണ്, എനിക്ക് ആവശ്യപ്പെട്ടതാണ്, എനിക്ക് സന്തോഷം തരുന്നതാണ്, എനിക്ക് സുഖം തരുന്നതാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതല്ല, അതിനപ്പുറം മറ്റെന്തുണ്ട് എന്ന് വിചാരിച്ച് മനസ്സിലാക്കി, സ്വയം മനസ്സിലാക്കി അതിനോടൊക്കെയുള്ള സംഘം ഒഴിവാക്കാൻ നമുക്ക്, അതിനാണ് ആചാര്യന്മാർ വിരക്തി എന്ന് പറയാം. അങ്ങനെ ആ ഒരു നിസ്സംഗത്വം വരും. നിസ്സംഗത്വം വന്നാലോ നിർമോഹത്വം വരും. നിർമോഹത്വം എന്ന് പറഞ്ഞാൽ മോഹമില്ലാത്തൊരവസ്ഥ. നമ്മൾ നേരത്തെ കണ്ടു മോഹക്ഷയാണ് മോക്ഷം എന്ന്. അപ്പൊ മോഹമില്ലാത്തൊരവസ്ഥ ഇവിടെ വരാൻ വന്നു. അപ്പൊ എന്തായി? മോക്ഷായി. ആ ഒരു ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. നിർമോഹത്വം വന്നാലോ നിശ്ചലതത്വം. നിശ്ചലതത്വം വന്നാൽ തത്വബോധം. കാരണം ആരെന്ത് പറഞ്ഞാലും അതിനെ പെട്ടെന്ന് ഗ്രഹിക്കാൻ, അല്ലെങ്കിൽ എന്താണോ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തുള്ള ആന്തരിക അർത്ഥം, അതിന്റെ തത്വം എന്താണോ അത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാവും. അതാണ് നിശ്ചലതത്വം. നിശ്ചലതത്വം വന്നാലോ നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവന് മുക്തിയായി. ഈ മുക്തിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് മോക്ഷം, എന്താണ് മുക്തി, അതെന്താണെന്ന് നമ്മുടെ ആചാര്യസ്വാമികൾ ഒരു ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നു. അപ്പം ഈ ഒരു ഇതുപോലുള്ള സത്സംഗങ്ങൾ സംഘടിപ്പിച്ച്, ഇതുപോലെയല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന തരത്തിൽ. ഇതിപ്പോ പണ്ടത്തെ സ്കൂള് പോലെ, ഇപ്പൊ സ്കൂളുകൾ പോലും മാറി, ഒക്കെ ചിൽഡ്രൻ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കുട്ടികളാണ് ക്ലാസ് എടുക്കുന്നത്, അധ്യാപകർക്ക് ഇരുന്നാൽ മതി. അതുപോലെ ഈ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറയും, ബാക്കിയുള്ളവർ കേട്ടിരിക്കാൻ ബാധ്യസ്ഥരാ. തിരിച്ചൊന്നും കൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് ചോദിച്ചാൽ മറുപടിയും കിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ഇങ്ങനെ സത്സംഗങ്ങളൊക്കെ കൂടുതൽ സംഘടിപ്പിച്ച് ക്ഷേത്രം കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ശങ്കരനാരായണ സ്വാമികൾ സംഗമിച്ചിരിക്കുന്ന സ്ഥലമാണ്. അത്രയും ചൈതന്യമുള്ളതായിട്ട് തോന്നി തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടു. എന്തായാലും ഉദ്ധരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടി കൂടുതൽ സത്സംഗങ്ങൾ തന്നെ സംഘടിപ്പിച്ച്, അതുപോലെ നാമജപങ്ങൾ, സാധന ഉപാസന എന്ന് പറഞ്ഞപ്പോൾ ഉപാസനയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ അത് ക്ഷേത്രോപാസനയായി. അത് തന്നെയാണ് ക്ഷേത്രോപാസന. അങ്ങനെയുള്ള ക്ഷേത്രോപാസന, അങ്ങനെയുള്ള ഉപാസനകൾ ഇപ്പം ഈ ശിവരാത്രിക്കൊക്കെ ശരിക്കും നാമജപം. ഇന്നിപ്പോൾ ആ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കാം. ഇവിടെ തിരുവങ്ങാടി ക്ഷേത്രത്തിൽ നാമജപം ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തൊട്ട് 3 മണി വരെ ഇരുന്ന് നാമം ജപിച്ചു. നമുക്ക് കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വേറൊരു വർത്തമാനം. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ചെല്ലുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും കാണാൻ പറ്റും. അവര് അയ്യേര് നമശിവായ നമ്മൾ കൊടുക്കുന്ന ഈ മന്ത്രം ചൊല്ലിയോണ്ട് തന്നെയാണ് നടക്കുന്നത്. നാമജപം എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനം വെച്ച് സർവഭാവ പ്രണാശനം. ഈ കലികാലത്തിൽ നമുക്ക് മുക്തി കേടാൻ, കലികാലത്തിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയല്ലോ നാമജപം മാത്രം. ഈ ഒരു നാമജപം കൊണ്ട് അത് നമുക്ക് കഥകളിലേക്കൊക്കെ പോകുമ്പോൾ അറിയാം. സ്വന്തം മകനൊരു നാരായണ എന്നുള്ള പേരിട്ടിട്ട് മുക്തിയുടെ കഥയൊക്കെ ഭാഗവതത്തിൽ. അപ്പം അങ്ങനെ ആ ഒരു നാമജപത്തിന്റെ മഹത്വം ശരിക്കും അനുഭവിച്ചു. കാരണം ഓരോ കുട്ടികൾക്ക് വേറെ ഒന്നും പറയാനില്ല, നിഷ്കളങ്കര. അവരൊക്കെ ഈ നാമം ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഏറ്റില്ല. അപ്പൊ നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ മാത്രമേ ചൊല്ലുന്നുള്ളൂ. ഈ കേട്ടിരിക്കുന്നവരെന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ചൊല്ലുക. അപ്പൊ നമ്മൾ എത്രയാ ചൊല്ലുക അതിന്റെ ഇരട്ടി അവർ ചൊല്ലണമെന്നുള്ള. അപ്പൊ ആ ഒരു നാമജപ സംസ്കാരം, അതുപോലെ സത്സംഗ സംസ്കാരം ഒക്കെ ഈ ക്ഷേത്രത്തിൽ വളർന്നു വന്ന ശങ്കരനാരായണ സ്വാമികൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ഉന്നതിയിലേക്ക് എത്തിക്കാൻ, ആ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, മോക്ഷപ്രാപ്തിയിലെത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് മാത്രം അനുഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കുട്ടികളെ ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഇവിടെ ഈ ഒരു ഭാഷണം സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭഗവാന്റെ വാക്കുകളാണ്. എല്ലാം ആ ഒരു ശങ്കരനാരായണ സ്വാമികളുടെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുനാഥന്മാരുടെ ഒരു പരമ്പരയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.